സത്യ പിന്നെയും പിന്നെയും പല രീതിയിൽ അവരെ ആക്രമിച്ചു. നഖം പിഴുതെടുത്തും ബെൽറ്റ് കൊണ്ട് തല്ലിയും പച്ച ഈർക്കിളി കൊണ്ടുള്ള പ്രയോഗവും തൊലി വരിഞ്ഞുരച്ച് ഉപ്പ് തേച്ചും കാൽപ്പത്തിയിൽ മുട്ടുസൂചി കുത്തിയുമൊക്കെ അവൻ അവരെ ദ്രോഹിച്ചു. പക്ഷെ കൊന്നില്ല, ഒരു ജീവൻ ബാക്കി വെച്ചു. ഇന്നും വിക്രമാ ദിവസം അത്രയും ഭീതിയോടെ ഓർത്തുപോയി. ഇനിയൊന്നും ചെയ്യില്ല സത്യ, തീരെ വയ്യാത്തോണ്ടാ. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോ, എനിക്ക് ഈ വേദന താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ നിന്റെ കാല് പിടിക്കടാ പ്ലീസ്. വിക്രം അവനോട് കെഞ്ചി. അത്രയും മടുത്തു പോയിരുന്നവന് എന്നും വന്നില്ലെങ്കിലും വരുമ്പോഴൊക്കെ അത്രയും ക്രൂരമായി ഉപദ്രവിക്കും അവൻ. സത്യയിൽ നിറഞ്ഞു നിന്നത് പകയാണ്, ക്രൂരതയും വന്യതയുമാണ് അവന്. അങ്ങനെ ഒരുവനിൽ നിന്ന് ദയ പ്രതീക്ഷിക്കുന്ന വിക്രം എത്ര വിദ്യയാണെന്ന് ഓർത്തുപോയി സത്യ. പെടിക്ക്, ഇതാ എന്റെ കാല്. നീ ഒരു കാര്യം ചെയ്യും, ഈ ഷൂസ് ഒന്ന് നക്കി തുടച്ച് വൃത്തിയാക്ക്. അങ്ങനെ നീ ചെയ്താ ഇന്നത്തെ നിന്റെ ശിക്ഷയിൽ കുറിച്ച് ഇളവ് ഞാൻ തരും. പക്ഷെ അതും കൂടി ചേർത്ത് നാളെ നീ അനുഭവിക്കേണ്ടി വരും. സത്യ അങ്ങനെ പറഞ്ഞതും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിക്രം അലറിക്കരഞ്ഞു. അവൻ ഇനിയും ഒന്നും താങ്ങാൻ വയ്യായിരുന്നു, അത്രത്തോളം അനുഭവിച്ചു കൂട്ടുന്നുണ്ട്. വേണ്ട വേണ്ട, ഇന്നത്തെ ശിക്ഷ എനിക്ക് ഇന്ന് തന്നെ തന്നേക്ക്, അതുകൂടെ ചേർത്ത് നാളെ വേണ്ട. അവനൊടുവിൽ നിസ്സഹതയോടെ ആടിയാറു പറഞ്ഞു. ഗുഡ് ബോയ്, ഇന്ന് ഞാൻ നിനക്ക് കരുതി വെച്ചിരിക്കുന്നത് വളരെ സ്പെഷ്യലായിരുന്നു. നിനക്ക് തീരെ സൗന്ദര്യമില്ല, നമുക്കൊന്ന് മിനിങ്ങേണ്ടേ, ഈ മുഖൊക്കെ ഒന്ന് ചുവന്ന് തുടുകട്ടെ നീ. അത്രയും പറഞ്ഞുകൊണ്ടൊരു പാത്രം മുളകരച്ചത് അവൻ വിക്രമിന് മുൻപിൽ കൊണ്ടുവച്ചു. അത് കണ്ട് വിക്രമാകെ ഭയന്നു പോയി. നമുക്ക് ആദ്യം ഒന്ന് ഫേഷ്യൽ ചെയ്യാം, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം. ഇന്ന് നിന്റെ ഭക്ഷണം ഇതേ ഫേഷ്യൽ ക്രീമും നല്ല ഉണങ്ങിയ ചപ്പാത്തിയുമാ. പിന്നെ ചപ്പാത്തി അല്പം പഴകിയതാ, നാരായണൻ ചേട്ടൻ കടയിൽ നിന്നും എടുത്തു കളഞ്ഞ ബേസിൽ നിന്നും പ്രത്യേകം തപ്പിയെടുത്ത് വെച്ചതാ. വിക്രമിന് അവൻ കൊടുക്കുന്ന ആഹാരമൊക്കെ അത്രയും വേസ്റ്റിൽ എടുക്കുന്നതായിരുന്നു. കുടിക്കാനും നല്ല ജലമാണ് കൊടുക്കുന്നത്, അത്രയും പകയാണ് അവന്. സത്യ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് ആ മുളക് മാറിപ്പൊത്തി. അതോടെ അവന്റെ കരച്ചിൽ വീണ്ടും അവിടെ ഉയർന്നു. സത്യയുടെ കാറ് വീട്ടിലേക്ക് വന്നതും ആദ്യം ഇറങ്ങിയോടിയത് നീലുമോളായിരുന്നു. അവളുടെ ഓട്ടം കണ്ട് വേണി തലക്ക് കൈ കൊടുത്തു. എത്ര പറഞ്ഞാലും കേൾക്കില്ല പണ്ട്. അവൾക്ക് പാപ്പ എന്ന് വെച്ച ഭ്രാന്താണ്. സത്യക്ക് ശിവയോടുള്ള ഇഷ്ടം എത്രയാണോ അതേ ഇഷ്ടമാണ് നീലുവിന് സത്യയോട്. വല്ലാത്തൊരു തരം മടിച്ചനായ ആരാധന. അതിലുപരി അവളുടെ സൂപ്പർ ഹീറോ ആണ് അവളുടെ പാപ്പ. പാപ്പ പറയുന്നതിനപ്പുറം ആ മകളൊന്നും ചലിക്ക് പോലും ചെയ്യില്ല. സത്യ കാറൊതുക്കി ഇറങ്ങിയതും നീലു ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു. അവളെ പൊക്കിയെടുത്ത് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുവൻ. പാപ്പ, അമ്മ സേഫാണ്. നീലുമോൾ അമ്മയെ നന്നായി കെയർ ചെയ്തിട്ടുണ്ട്. അമ്മയെ സങ്കടപ്പെടുത്തുകയോ ദേഷ്യം പിടിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. അമ്മ കൃത്യസമയം തന്നെ ഫുഡും മെഡിസിനും കഴിച്ചു. പാറാൻറ്റി വന്നിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. അവൾ തന്റെ കൈകൾ കൊണ്ട് ആംഗ്യ ഭാഷയിൽ അവനോട് വിശേഷങ്ങൾ പറഞ്ഞു. അവൻ തന്റെ മകളെ ശ്രദ്ധയോടെ കേൾക്കാനും മറന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞ സത്യയുടെ ഇപ്പോഴത്തെ CCTV ആണ് നീലു. ശിവാനിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വള്ളിപുള്ളി തെറ്റാതെ അവൾ തന്റെ പപ്പയ്ക്ക് ചോർത്തി കൊടുക്കും. സത്യയുടെ കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങിയ കിരൺ കൊതിയോട് ആ കുഞ്ഞിനൊന്ന് നോക്കി. തന്റെ സ്വന്തമായി ഇരിക്കേണ്ടവളായിരുന്നു, ഇതേ സ്നേഹം തനിക്ക് കിട്ടേണ്ടതായിരുന്നു. സങ്കടം തോന്നിപ്പോയവന്. അഞ്ജു അവൾ നിന്ന് ഈ കുഞ്ഞിനൊരു നോക്ക് കാണാൻ പോലും ഒരുപാട് കൊതിക്കുന്നുണ്ട്, പക്ഷെ കഴിയില്ല. കിച്ചനെ കണ്ടത് നീലുവിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. അവൾ അങ്ങനെയാണ്. അവളുടെ പപ്പയുടെയും അമ്മയുടെയും മുമ്പിൽ മാത്രമാണ് അവൾ കുറുമ്പി വായാടി. മറ്റുള്ളവർക്ക് മുമ്പിൽ അവൾ പപ്പയുടെ പോലെ തന്നെ നല്ല ഗൗരവക്കാരിയാണ്, മിത സംഭാഷണിയാണ്. സത്യയുടെ പോക്കറ്റിൽ കൈയിട്ട് തന്റെ പതിവ് ചോക്ലേറ്റ് അവൾ കയ്യിലെടുത്തു. വളരെ വില കൂടിയ ഹെൽത്തി ചോക്ലേറ്റ് ആയിരുന്നത്. അവന്റെ പോക്കറ്റിൽ അതുപോലെ ഒരെണ്ണം ശിവാനിക്കും കരുതി വെച്ചിട്ടുണ്ട്. സത്യ കുഞ്ഞിപ്പെണ്ണിന്റെ സംഭാഷണങ്ങളൊക്കെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി. അവർക്ക് പിന്നാലെ നഷ്ടബോധത്തോടെ കിരണുണ്ടായിരുന്നു. വേണി ശിവക്ക് കുടിക്കാൻ പാലും കഴിക്കാൻ ബജ്ജിയും കൊടുത്തു. കുഞ്ഞ് നേരത്തെ കഴിച്ചത് കൊണ്ട് അവൾ പതിയെ കഴിക്കാൻ തുടങ്ങി. സത്യ ഇപ്പം തന്നെ കയറി വരുമെന്ന് അവൾക്കറിയാം. അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സത്യ അവൾക്ക് അരികിലേക്ക് വന്നു. അവനെ കണ്ടും പരിഭവത്തോടെ അവൾ മുഖവും കൂർപ്പിച്ചു. കുഞ്ഞു ചിരിയോടെ അവൻ അവളുടെ കവിളിൽ അമർത്തി മുത്തി. എല്ലാവരും കണ്ട ചളിപ്പിൽ അവളൊന്ന് വല്ലാതെയായി പോയി. എന്നാൽ ഇതൊക്കെ സ്ഥിരം കാഴ്ചയായതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അതൊന്നും കണ്ടതായി പോലും ഭാവിക്കില്ല. നീലിമോളാണെങ്കിൽ ചോക്ലേറ്റ് മാത്രമാണ് ശ്രദ്ധ. എന്നാൽ കുഞ്ഞൊരു കള്ളച്ചിരി അവളുടെ ചുണ്ടിലുണ്ട്. കിച്ചവരെ 3 പേരെ ഒന്ന് നോക്കി. അച്ഛനും അമ്മയും അവളുടെ മക്കളും. എത്ര സന്തുഷ്ടമായ ഫാമിലി. തനിക്ക് ഈ ജന്മം ദൈവം ഒരു കുഞ്ഞിനെ നൽകി പൂർണ്ണനാക്കുമോ? കിച്ചു വേദനയോട് ഓർത്തു. സ്റ്റീഫനും കോശിയൊക്കെ ഓഫീസിൽ നിന്ന് മടങ്ങി വന്നിട്ടുണ്ട്. വേണിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയാണ് സ്റ്റീഫന്റെ വരവ്. പറു, വെറുതെ പിണങ്ങരുത്. ഓഫീസിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന ഞാൻ ശ്രദ്ധിച്ചോളാം. പ്ലീസ്, വെറുതെ വാശി പിടിക്കരുത്. ഇന്ന് നേരത്തെ വരുമെന്ന് പറഞ്ഞ് അവൾ പ്രതീക്ഷിച്ചിരുന്നു.
കാരണം നാളെ അവരുടെ 9ാം വിവാഹ വാർഷികമാണ്. ദേവേട്ടൻ എന്നെ തിരക്കില്ലാത്തത്? നിങ്ങളൊക്കെ ജോലിക്ക് പോയി മോള് സ്കൂളിൽ പോയാൽ പിന്നെ ഞാനിവിടെ ആകെ ഒറ്റപ്പെടും. അതെങ്ങനെ? എന്നെക്കുറിച്ച് ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടോ? ഞാനിങ്ങനെ ഒരു ഇരിപ്പായി പോയില്ലേ? ഇപ്പം ആർക്കും പഴയ പോലെ സ്നേഹമൊന്നുമില്ല. അവൾ പരിഭവത്തോടെ പറഞ്ഞതും വേണു വിറച്ചു പോയി. കാരണം ശിവാനിയെ അവളെ ഏൽപ്പിച്ചിട്ടാണ് സത്യ പോകുന്നത്. ഇതേസമയം ശിവാനി ശ്രദ്ധിക്കാത്ത വിധം വേണി അത്രയും വന്യതയോടെ സത്യം ഒന്ന് നോക്കി. അവന്റെ നോട്ടം കണ്ട് അവളൊന്ന് വിറച്ചു പോയി. പെട്ടെന്നാണ് സത്യയുടെ നോട്ടം അവളുടെ വീർത്ത വയറിൽ പതിഞ്ഞത്. ആ സമയം അവൻ സ്വയം തന്റെ കണ്ണുകളൊന്ന് അടച്ചുകൊണ്ട് ശാന്തനായി. പറ, ഇപ്പം എൻ്റെ പാറുവിൻ്റെ പുതിയ ആവശ്യം എന്താ? ഇവിടെ ആരും എൻ്റെ കൊച്ചിനെ ശ്രദ്ധിക്കുന്നില്ലെന്നാണ്? നീ കഴിഞ്ഞ ഈ വീട്ടിൽ മറ്റാർക്ക് സ്ഥാനമുള്ളൂ. നീ എനിക്ക് വേണ്ടതാകൂ പാറു. അവൾക്ക് മുമ്പിൽ ഈ പുതിയ സത്യം നല്ലവനാണ്, ശാന്തനാണ്, കരുണയുള്ളവനാണ്. ഈ ഇമേജ് അവനും അവന് ചുറ്റുമുള്ളവർ നിലനിർത്താൻ അല്പം പാടുപെടുന്നുണ്ട് എന്നത് മറ്റു സത്യം. സോറി, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഇപ്പം ആകെ ഒരു ചടപ്പാ. എനിക്ക് കൂടി ഓഫീസിൽ എന്തെങ്കിലും ഒരു ജോലി താ. ഇവിടെ എങ്ങനെ ഇത് മടുപ്പായി. അവൾ കൊഞ്ചിക്കൊണ്ടാണ് പറഞ്ഞത്. കാരണം ഈ ഒരു കാര്യം മാത്രം അവൻ സമ്മതിക്കില്ലെന്ന് തോന്നി അവൾക്ക്. ശരി, സമ്മതിച്ചു. നാളെ മുതൽ ഞാൻ കൊണ്ടുപോകാം. ചെറിയ രീതിയിൽ ഫയൽസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. അവൾ എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും സത്യം ഇപ്പോൾ സാധിച്ചു കൊടുക്കാറുണ്ട്. അവൻ്റെ സമ്മതം കിട്ടിയപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു. അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് മോളുമായി അവൻ മുകളിലേക്ക് നടന്നു. കുളിച്ച് ഫ്രഷായി തിരികെ വന്ന സത്യക്ക് ചൂടോടെ കോഫി എടുത്ത് കൊടുത്തു വേണി. സ്റ്റീഫനും കോശിയും കൂടി സിറ്റൗട്ടിലിരുന്ന് സംസാരമാണ്. കൂടെ കിച്ചുകൊണ്ട്. നീല് തന്റെ ഡ്രോയിങ് റൂമിൽ കയറി. അവൾക്കതൊരു ഹോബിയാണ്. വളരെ മനോഹരമായി ചിത്രങ്ങൾ വരക്കും അവള്. കോഫി കുടിച്ച് കഴിഞ്ഞത് സത്യ ടിവിക്ക് മുമ്പിലിരിക്കുന്ന ശിവയെ തന്റെ കൈകളിൽ കോരിയെടുത്തു. സത്യ അവൾ എടുത്തുനിന്ന് ജോലിക്കാരിൽ ഒരാൾ വന്ന് വീൽ ചെയർ എടുത്ത് മടക്കി ഒടുക്കി വെച്ചു. അവൻ അവളുമായി സ്റ്റെയർ കയറി മുകളിൽ തങ്ങളുടെ മുറിയിലേക്ക് പോയി. ഇത് സ്ഥിരമാണ്. സത്യ വന്നു കഴിഞ്ഞാൽ പിന്നെ ശിവ എപ്പോഴും അവന്റെ കൂടെ തന്നെയായിരിക്കും. തങ്ങളുടെ ബെഡിലേക്ക് അവനവളെ സൂക്ഷിച്ച് കിടത്തി. അവൾ അവനെ ചെറു പുഞ്ചിരിയോടെ നോക്കി. അവളോടൊപ്പം അവനും ബെഡിലേക്ക് കയറിയതും അവളിൽ നാണം നിറഞ്ഞു. നാണിച്ചു കിടക്കുന്ന തന്റെ പെണ്ണിനെ അവൻ വശ്യതയോടെ നോക്കി. അവളെന്നാൽ അവന്റെ ജീവനാണ്. അവന്റെ ജീവൻ തന്നെ അവൻ ഒളിച്ചു വെച്ചിരിക്കുന്നത് അവളെന്ന പെണ്ണിന്റെ ഓരോ മിടിപ്പിലുമാണ്. ഓരോ നിമിഷവും പുതുതായി തോന്നും വിധം അവരിൽ പ്രണയം നിറയുന്നു. അവനെ ഇന്ന് അവന്റെ ശിവാനിക്ക് നന്നായി അറിയാം. അവന്റെ സ്നേഹം, പ്രണയം, കരുതൽ, ഇന്നതിലൊന്നും അവൾക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല, ബുദ്ധിമുട്ടുകളൊന്നും തന്നെ തോന്നാറില്ല. അവനെന്ന ബിന്ദുവിൽ കുടുങ്ങിക്കിടക്കാൻ അവളും പഠിച്ചിരിക്കുന്നു. അതും അത്രയും ഇഷ്ടത്തോടെ തന്നെ. അവന്റെ മിഴികളിൽ വന്യത നിറഞ്ഞ പ്രണയം അവൾക്ക് പുതുവ് നിറഞ്ഞതല്ല. അവനായി തന്നെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തിരികെ അവനെ വേദനിപ്പിച്ചുകൊണ്ട് അവനിൽ സന്തോഷം നിറക്കാനും അവൾ ഇന്ന് പ്രാപ്തിയാണ്. പാറു. ക്രൂരയിൽ പ്രണയം ചാലിച്ചപ്പോൾ അവന്റെ പതിഞ്ഞ വിളിയിൽ ഒരു സിംഹം തന്റെ ഇണക്ക് നേരെ നിന്ന് ഗർജിക്കും പോലെ തോന്നി അവൾക്ക്. അവളും അവനിൽ അലിഞ്ഞുകൊണ്ട് തന്നെ മൂളി. ഒന്നും മിണ്ടാതെ അവളുടെ കണ്ണുകളിൽ തന്നെ ഉടക്കി നിർത്തി അവനവന്റെ മിഴികളിൽ. അവളുടെ മിഴികളിൽ താൻ കാണാൻ ആഗ്രഹിച്ച പ്രണയം, ഇഷ്ടം, ആസക്തി, അതെല്ലാം ഇന്നവൻ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അവൻ പതി അവളിലേക്ക് മുഖമടുപ്പിച്ചതും അവൾ പതി അവന്റെ തലമുടിയിൽ പിടികുടുക്കി. അവൾ നോവിക്കാതെ ചുംബിക്കാൻ അവൻ പഠിച്ചെങ്കിലും അവൻ അത്രയും വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിക്കാൻ അവളും പഠിച്ചു. അവളെന്ന പെണ്ണിനെ അത്രയും കരുതലോടെ അവൻ ചുംബിച്ചുണർത്തി, തൊട്ട് തലോടി. അവൻ അവളിലെ കാമിനിയെ ഉണർത്തി. അവന്റെ ഓരോ സ്പർശവും അവളെ തരളിതയാക്കി. പൂവിൽ നിന്നും തേൻ നുകരും പോലെ ഒരു വണ്ടായി അവൻ അവളെ നുകർന്നു. ആ സമയം അവന്റെ പുറംകഴുത്തിൽ തന്റെ പല്ലുകളായി മുറിവുണ്ടാക്കി അവൾ അവിടെ നുഴഞ്ഞു. അവനിൽ നകർത്താൽ പോറൽ തീർക്കുകയും ചെറിയ രീതിയിലൊക്കെ നുള്ളി നോവിക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം അവനിൽ ഹരം നിറച്ചു. ഇരുവരും ആവേശത്തോടെ പരസ്പരം അറിഞ്ഞു. അവളെ അവൻ പൂർണ്ണയാക്കുമ്പോൾ അവളിലെ കുറവുകളൊക്കെ അവൻ അറിഞ്ഞു പ്രേമിച്ചു. തളർന്നുപോയ കാലുകളിൽ അവൻ മുത്തുമ്പോൾ ആ പെണ്ണിന് മിഴികൾ നിറഞ്ഞു. പാറു. അതുമാത്രം അവൻ സഹിക്കില്ല. മുരളം പോലെയാണ് അവൻ വിളിച്ചത്. ആ നിമിഷം തന്റെ സങ്കടങ്ങൾ മറന്നുകൊണ്ട് അവൾ അവനെ കുറുമ്പോടെ നോക്കി ചിരിച്ചു. എന്റെ ദേവേട്ട, വെറുതെ ഒച്ചയിടണ്ട. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയതാ, അല്ലാതെ സങ്കടം കൊണ്ടല്ല. അവൻ അറിഞ്ഞ് സംസാരിക്കാനും അവൻ അടക്കി നിർത്താനും ഇന്ന് അവൾക്ക് അറിയാം. അങ്ങനെ സന്തോഷം കൊണ്ട് പോലും നീ കരയണ്ട. അങ്ങനെ കരഞ്ഞ സർവ്വം നശിപ്പിക്കും ഞാൻ. അവളുടെ കവളിൽ നോവിക്കാതെ വിധം കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവന്റെ ചൊടികളെ വിഴുങ്ങിയിരുന്നു. പാറു. അവൾ അകന്നു മാറിയതും അവനോട് അത്ര സ്നേഹത്തോടെ വിളിച്ചു. അവളൊരു പുതപ്പായി അവൻ കിടക്കുമ്പോൾ അവളുടെ നാണത്തിൽ പോലും വല്ലാത്തൊരു അഴകായിരുന്നു. ദേവേട്ടാ, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുതെൻ്റെ ദേവേട്ടനാണ്. എൻ്റെ സ്നേഹവും പരിഗണനയും എല്ലാത്തിനും മുൻതൂക്കം എന്നും എൻ്റെ ദേവേട്ടനാണ്. നിങ്ങളിൽ മാത്രം മലിഞ്ഞു ചേരാനാണ് ഞാൻ മോഹിക്കുന്നത്. നമുക്കിടയിൽ മൂന്നാമതൊരാൾ വരുന്നത് പോലും എനിക്കിപ്പോൾ ഇഷ്ടമല്ല. നമ്മുടെ നീലുമോള് മാത്രം മതി നമുക്ക്. അവനെ അറിഞ്ഞ് അവൻ അവളിൽ നിന്ന് കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവൾ അവനെ സമാധാനിപ്പിച്ചു.
ഇതാണ് സത്യം കണ്ട കിനാശ്ശേരി. അവളുടെ മധുരമായ ഈ വാക്കുകൾ മാത്രം മതിയായിരുന്നവന് മറ്റൊന്നും ക്ഷമിക്കാൻ, അവളെ കൂടുതൽ സ്നേഹിക്കാൻ. അവൾക്ക് ആരോടൊന്നും മിണ്ടാം, ചിരിക്കാം, കളി പറയാം. സത്യത്തിലൊക്കെ കുശുമ്പ് കുത്തുവെങ്കിലും അവളുടെ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അവൻ ആസ്വദിപ്പിക്കും. ഇന്ന് ആ ട്രിക്കൊക്കെ അവൾക്കും അറിയാം. തൻ്റെ പാതി എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് ശിവാനിക്ക് നന്നായിട്ടറിയാം. അവളുടെ തളർന്ന കാലുകളെ അവൻ ഏറെ താലോലിച്ചു. ഈ സമയം അവൻ്റെ ഉള്ളിൽ പുകയുന്ന അഗ്നിക്ക് ഇന്ന് വൈകുന്നേരം തന്നെ വിക്രമം രേണും വിരിയാവുമെന്ന് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പരസ്പരം മത്സരിച്ച് പ്രണയം പങ്കിട്ടു. അവരുടെ പ്രണയത്തിന്റെ നിറം തന്നെ മാറി. വന്യതയിൽ കുളിച്ചു നിൽക്കുന്ന മറ്റൊരു ഭയപ്പെടുന്ന പ്രണയം. അതാണ് അവരിൽ. മറ്റൊരാൾക്കും അവരെ പോലെ ആകാൻ സാധിക്കില്ല, പ്രണയിക്കാൻ സാധിക്കില്ല. ആ പ്രണയത്തിന്റെ ബാക്കിയായ കാമം സഹിക്കാനാവില്ല. അതിനവൾക്ക് മാത്രമേ കഴിയൂ. അവൾക്ക് മുമ്പിൽ എത്രയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അവനിലെ വന്യത അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അതിന്റെ പരിപൂർണതയിൽ തന്നെ പുറത്തു ചാടുമായിരുന്നു, അവൻ പോലും അറിയാതെ. കണ്ണിലടിച്ചു കയറിയ വെളിച്ചത്തിൽ രേണു പതിയെ കണ്ണുകൾ തുറന്നു. തനിക്ക് മുമ്പിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന സത്യയെ അവൾ നിസ്സഹതയോടെ നോക്കി. നരകം കണ്ട് ജീവിക്കുകയാണ് അവൾ. ഇനി അനുഭവിക്കാനൊന്നും തന്നെ ബാക്കിയില്ല എന്നവൾക്ക്. എന്നാൽ അവനരികിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ കണ്ട് അവളുടെ കണ്ണുകൾ ഭയത്താൽ തുടിച്ചുപോയി. വെട്ടി വീർത്തു അവൾ. ആ കണ്ണുകൾ ഇപ്പോഴും ഒരു വന്യമൃഗത്തെ പോലെ തന്നിലാണെന്ന് കണ്ടതും അവൾ തന്നെ സഹായിക്കുമെന്ന പോലെ അത്രയും ഭീതിയിൽ ദയനീതിയോടെ സത്യയെ നോക്കി. എന്നാൽ അവനിൽ പുഞ്ചിരിയായിരുന്നു, അഭിമാനമായിരുന്നു. എതിരാളി ഭീതിയോടെ നോക്കിക്കാണുന്ന തന്റെ മകളെ ഓർത്ത് അവനിൽ അച്ഛൻ അഭിമാനം കൊണ്ടു. കയ്യിലൊരു പാവക്കുട്ടിയുമായി കണ്ണുകളിൽ സത്യയുടെ പത്തിരട്ടി വന്യത നിറച്ചു നിൽക്കുന്ന നീലാഞ്ജനയെ കണ്ട് രേണു കരഞ്ഞുപോയി. ലേഡി ഡബിൾ. പതിഞ്ഞ സ്വരത്തിൽ അവൾ അങ്ങനെ വിളിച്ചത് നിറഞ്ഞു തൂവിയത് മറ്റൊരു മിഴികളായിരുന്നു. അവർക്ക് പിന്നിൽ നിസ്സഹതിയോടെ നിന്ന കിരണിന്റെ മിഴികൾ. വർഷങ്ങളായി ഇതെല്ലാം കണ്ട് അവന്റെ ഹൃദയം തന്നെ മരവിച്ചു പോയിരുന്നു. നീലു സത്യയുടെ തനി പകർപ്പായാണ് വളരുന്നത്, അല്ല അവൻ വളർത്തിയെടുത്തത്. സത്യ നീലുവിനെ നന്നായി ട്രെയിൻ ചെയ്തെടുക്കുവാണ്, അതും അവനേക്കാൾ മികച്ച രീതിയിൽ. കുഞ്ഞു നീലുവിന് കളരി അറിയാം, കരാട്ടെ അറിയാം, ഷൂട്ട് ചെയ്യാൻ അറിയാം, അമ്പ് ചെയ്യാൻ അറിയാം, നൃത്തം ചെയ്യാൻ അറിയാം, ചിത്രം വരക്കാൻ അറിയാം. അവളുടെ റോൾ മോഡൽ തന്നെ അവളുടെ പപ്പയാണ്. അതുകൊണ്ട് അവനെ പോലെ ആകാനാണ് അവൾക്ക് ഇഷ്ടം. ശിവാനി എന്ന അമ്മയെ മാത്രമല്ല, തനിക്ക് ചുറ്റുമുള്ള പ്രിയപ്പെട്ടവരെ കരുതാനും സ്നേഹിക്കാനും ആ കുഞ്ഞിപ്പെണ്ണിനെ അറിയാം. അപ്പനെ പോലെ തന്നെ ഒന്നിനെയും ഭയമില്ലാത്ത ഇരട്ട ചങ്കുള്ളവൾ. തൻ്റെ അമ്മയെ ദ്രോഹിച്ച രേണുവിനോട് അവൾക്ക് യാതൊരു ദയവുമില്ല. ശത്രുക്കൾക്ക് മുമ്പിൽ അവൾ മറ്റൊരു സൈക്കോ ആണ്. രേണു ശ്വാസം പോലും വിലങ്ങി കരഞ്ഞതും സത്യ ഒരു ചേരിലേക്ക് അമർന്നിരുന്നു. കിരണിൽ നിറഞ്ഞ സങ്കടവും ദേഷ്യവും കടിച്ചമർത്തി കല്ല് പോലെ നിന്നു. ഇന്ന് നീ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്? സത്യയുടെ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കേടുന്നു നീല് കൈകൊണ്ടെന്തോ കാണിച്ചു. ഗുഡ് കിരൺ. അവൻ വിളിച്ചതും കിരൺ തനിക്ക് പിന്നെ നിൽക്കുന്ന സ്റ്റീഫനെ ഒന്ന് നോക്കി. അടുത്ത നിമിഷം സ്റ്റീഫൻ നീലുവിന്റെ കയ്യിലേക്ക് ഒരു അമ്പും വില്ലും കൂട്ടുകൊടുത്തു. തുടങ്ങിക്കോ. സത്യ അനുമതി കൊടുത്തതും രേണു വേണ്ടെന്ന പോലെ തലയാട്ടി. നാവാർത്തത് കൊണ്ട് തന്നെ അവൾക്ക് ഉച്ചത്തിൽ കരയാൻ കഴിയില്ല. ഒരു ദിവസം ദേഷ്യം മൂത്ത് നീലുവിന് ഊമയെന്ന് വിളിച്ച് അതിശയിപ്പിച്ചതിന് സത്യ കൊടുത്ത സമ്മാനമായിരുന്നത്. നീലവളം നോക്കി വില്ല് പിടിച്ചതും പ്രാണഭയത്താൽ സ്വാധീനം നഷ്ടമായ വലതുകാല് വലിച്ചു വെച്ച് രേണു ആ മുഴിക്ക് ചുറ്റും കിടന്നുകൂടി. ഈ ജീവനൊന്ന് പോയെങ്കിലെന്ന് കൊതിച്ചു പോയവൾ. എന്നാൽ ഓടുന്ന രേണുവിന് ലക്ഷ്യം വെച്ച് നീലു വളരെ മികച്ച ഒരാളെ പോലെ അമ്പ് ലക്ഷ്യം വെച്ച് അവളുടെ കാൽത്തുടയിൽ തന്നെ കൃത്യമായി ചെയ്തു. ആ വേദന കൊണ്ട് രേണു അലറിക്കരഞ്ഞു. അവളുടെ കാലിൽ നിന്ന് രക്തം കുതിച്ചൊഴുകി. ആ അവസ്ഥയിൽ അവളിൽ നിന്ന് മൂത്രം പോലും പുറന്തള്ളപ്പോയി. അത്രയും അനുഭവിച്ച് തീർത്തിരിക്കുന്നു. വെരി ഗുഡ്, നെക്സ്റ്റ്. സത്യ ക്ലാപ്പ് കൊണ്ട് നീലുവിനെ പ്രോത്സാഹിപ്പിച്ചു. നീലു വളരെ ആവേശത്തോടെ തന്നെ അടുത്തതായി വലിയൊരു ചൂരൽ വടി എടുത്തു കൊണ്ടുവന്ന് രേണുവിന്റെ അരികിൽ പോയി. കായിക മികവോടെ വടി വീശി കറക്കി ചുവടുകൾ വെച്ച് അവൾ രേണുവിനെ തല്ലി. രേണു സ്വർഗവും നരകവും ഒരുമിച്ച് കണ്ട നിമിഷമായിരുന്നത്. നീലു പിന്നെയും പലതും അവളിൽ പരീക്ഷിച്ചു. ഒടുവിൽ അവൾ തളർന്നപ്പോ രേണു ബോധം പറഞ്ഞ് പഴന്തുണികെട്ട് പോലെ വാടിക്കിടന്നു. കിരൺ. സത്യ വിളിച്ചതും കിച്ചു അവൻക്കരികിലേക്ക് വന്നു. രേണുവിന് ക്ഷീണം കാണും. അവൾക്ക് കുടിക്കാൻ പട്ടിമൂത്രവും കഴിക്കാൻ പച്ച കോഴിയിറച്ചിയും കൊടുത്തേക്ക്. പിന്നെ ഇൻഫെക്ഷൻ ഒന്നും ആകാതിരിക്കാൻ വാക്സിൻ എടുത്തേക്കണം. പെട്ടെന്ന് മരിക്കാൻ സമ്മതിക്കരുത്. നീലു പഠിച്ചു തെളിഞ്ഞിട്ടില്ല. സത്യയുടെ ക്രൂരമായ വാക്കുകൾ കേട്ട് രേണു ഹൃദയം പൊട്ടിക്കരഞ്ഞു. മനസ്സുകൊണ്ട് ശിവാനി എന്ന പെണ്ണിനെ ഓർത്ത് അവൾക്ക് സങ്കടം തോന്നിപ്പോയി. അവളോട് അത്രയും ക്രൂരത ചെയ്യാൻ പാടില്ല എന്നൊന്നും ഓർക്കാത്ത ഒരു ദിവസം പോലും ഇന്ന് അവളിലില്ല. സത്യയും നീലുവും അവിടുന്ന് പോയിട്ടും രേണുവിന്റെ നിലവിളികൾ അവർ ഉയർന്നു. സ്റ്റീഫൻ അവളെ ചവിട്ടി മതിക്കുന്നുണ്ടായിരുന്നു. സത്യയ്ക്ക് ശത്രുവായി ഇങ്ങനെ ഒരുപാട് വിക്രമവും രേണുവും ഒക്കെ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ അവരാരും അവനെ പ്രിയപ്പെടുന്നതിനോടൊന്നും മുട്ടാൻ ധൈര്യം കാണിച്ചില്ല. അത്രയും ശത്രുക്കളെ സത്യ സമ്പാദിച്ചു കൂട്ടിയിരുന്നു. സ്വർഗമെന്ന മാൻഷന്റെ അടിവാരം അന്നും ഇന്നും എന്നും നരകം തന്നെയായിരുന്നു. ശത്രുക്കൾക്കായി അച്ഛനും മകളും ഒരുക്കിയ നരകം.